എങ്കേക്കാട് എഴുത്തച്ഛൻ സമാജത്തിന്റെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നടന്നു. മുഖ്യ രക്ഷാധികാരി രാമൻ വി പതാക ഉയർത്തി. യോഗത്തിൽ ശാഖാ സെക്രട്ടറി കെ ശിവശങ്കരൻ സ്വാഗതം പറഞ്ഞു. ശാഖാ പ്രസിഡന്റ് സന്തോഷ് പൂക്കുന്നത്ത് അധ്യക്ഷനായ യോഗത്തിന്റെ ഉദ്ഘാടനം അഖില കേരള എഴുത്തച്ഛൻ സമാജം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR സുരേഷ് നിർവഹിച്ചു. വടക്കാഞ്ചേരി മുനിസിപ്പൽ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, കൌൺസിലർമാരായ PK വിജയൻ, KA രാമചന്ദ്രൻ എന്നിവരെയും രക്ഷാധികാരികളായ രാമൻ വി, CK ശ്രീധരൻ, CK ബാലകൃഷ്ണൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. LKG മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന ട്രഷറർ MN ശശികുമാർ പഠനോപകരണങ്ങൾ നൽകി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി TK ഗോവിന്ദൻ എഴുത്തച്ഛൻ 10th +2 ഫുൾ A+ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു. വടക്കാഞ്ചേരി മുനിസിപ്പൽ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, കൌൺസിലർമാരായ PK വിജയൻ, KA രാമചന്ദ്രൻ എന്നിവരും NR രാംകുമാർ, മധു നമ്പറത്ത്, ഗോപി വെള്ളൂർ, രാധാ ബാലകൃഷ്ണൻ എന്നിവരും ആശംസകൾ നേർന്നു. ശാഖയിലെ അവശത അനുഭവിക്കുന്നവർക്കും പ്രായമായ രോഗികൾക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി ഒരു ധനസമാഹരണ ഫണ്ട് രൂപീകരിച്ചതിന്റെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് നിർവഹിച്ചു. ആദ്യത്തെ സംഭാവനയായി രാജേഷ് പൂക്കുന്നത്ത് പിതാവിന്റെ സ്മരണാർത്ഥം 20,000 രൂപയും വിദ്യാഭ്യാസ ഫണ്ടിലേക്ക് PK വിജയൻ 20,000 രൂപയും നൽകി. ശാഖാ മെമ്പർമാരുടെയും കുട്ടികളുടെയും കലാപരിപാടികൾക്ക് ശേഷം ശാഖാ ട്രഷറർ KG ഹരിദാസ് നന്ദി രേഖപ്പെടുത്തി. നമ്മുടെ പ്രകൃതി കൂടി നമ്മുടെ കൂടെ നിൽക്കുന്നുള്ളതാണ് പറയുന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ മഴയില്ല, നല്ല തെളിഞ്ഞ വെയിലാണ്, ആകാശമാണ്. നമ്മുടെ മെമ്പർമാരെല്ലാം നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ എന്താ ആഗ്രഹിക്കുന്നു, എത്രമാത്രം നമ്മൾ ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നു, അതിന് എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്ന് കാണുന്ന ഈ ഒരു കൂട്ടായ്മ. എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ സമാജം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മളെല്ലാവരും ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു അവസ്ഥയാണ്. അതിനൊരു മാറ്റം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഒരു കുടുംബം മൊത്തം നമ്മുടെ കൂടെ ഉണ്ട്. ഈ കൂട്ടായ്മ എല്ലാവരും കൂടി ഉണ്ടാവണം. അത് എല്ലാവർക്കും അറിയിക്കുക കൂടിയാണ് നമ്മൾ ഈ കുടുംബസംഘം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മള് ഈ പ്രായമായവരെ ആദരിക്കലുണ്ടായി. നമ്മളൊരു 4-5 അമ്മമാരെ പോയിട്ട് നമ്മൾ വീട്ടിൽ പെടുന്ന കാലത്ത് പോയി ആദരിച്ചു.